ഡിയർ കുഞ്ഞാപ്പൂസ്, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫിറിയർ സീരീസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഫിറിയർ സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. നമ്മൾ ഇത് +2 ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാലും ഇവിടെ നമ്മൾ ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യാം. ഈവൻ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. ഈവൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫങ്ഷനെ നമ്മൾ എഫ് ഈസ് സെഡ് ടു ബി ഈവൻ ഫങ്ഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എൻ. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇപ്പം എഫ് ഓഫ് മൈനസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, രണ്ടും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് മൈനസ് എക്സിൻ്റെ വാല്യൂവും ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും? ഈവൻ ഫങ്ഷൻ എന്ന് പറയും. ഇനി ഓഡ് ഫങ്ഷൻ, വാട്ട് യു മീൻ ബൈ ഓഡ് ഫങ്ഷൻ? ഓഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്കറിയാം, എഫ് ഓഫ് എക്സിനൊരു വാല്യൂ ഉണ്ട്. എന്നാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവിൻ്റെ നെഗറ്റീവാണ് കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഓഡ് ഫങ്ഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ഫങ്ഷൻ എടുത്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഫങ്ഷൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് എക്സാമ്പിൾ 1. ഒന്നാമത്തെ എക്സാമ്പിൾ ഞാൻ എടുത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് 1 എന്നുള്ളതാണ്. അപ്പം എഫ് ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കേണ്ടത് എഫ് ഓഫ് മൈനസ് എക്സ് എന്താണെന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡെഫിനിഷൻ പ്രകാരം മൈനസ് എക്സ് ആണ് അല്ലേ? ഇതിൻ്റെ മീനിങ്, അതായത് നമുക്ക് കിട്ടിയ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്താണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്ന് എന്ത് കിട്ടിക്കഴിഞ്ഞു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ഇതൊരു എന്ത് ഫങ്ഷനാണ്? ഈവൻ ഫങ്ഷനാണോ ഓഡ് ഫങ്ഷനാണോ? ഇതെന്താണ്? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഇതൊരു ഓഡ് ഫങ്ഷനാണ് എന്ന് കിട്ടി അല്ലേ? ഇതൊരു ഓഡ് ഫങ്ഷൻ. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുത്തു. അടുത്ത ഒരു എക്സാമ്പിൾ എടുത്തു. സപ്പോസ് എന്താ എക്സാമ്പിൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നിർത്തും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണെന്ന് നമ്മൾ നോക്കാം. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്നാണ് ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരെന്നാണ്? എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ്. സോ അതായത് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, അതായത് വിച്ച് ഇംപ്ലൈസ് ഇതിൽ നിന്നും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് ഫങ്ഷനാണ്? ഇതൊരു ഈവൻ ഫങ്ഷനാണ്. കാരണം ഈവൻ ഫങ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സും എഫ് ഓഫ് എക്സും ഈക്വൽ ആവും, അതിൻ്റെ വാല്യൂ രണ്ടും. ഇതാണ് ഇവിടെ കിട്ടിയ എല്ലാ കേസിലും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ 3 അല്ലേ? 2 അല്ല 3 ആണ് കേട്ടോ എക്സാമ്പിൾ. ഇത് 2 ആണ്. ഇത് 3. എക്സാമ്പിൾ 3 എടുത്തു. എക്സാമ്പിൾ 3 എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ ഇപ്പോൾ തരിക? കോസ് എക്സ് എടുത്തു. കോസ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് സംഭവിക്കും? നമുക്ക് എന്താ? എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് ഓഫ് മൈനസ് എക്സ് എന്നാണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മൾ പ്രോപ്പർട്ടിയിൽ +2 പഠിക്കുന്നതാണ്. കോസ് എക്സ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് കോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളെടുത്ത് എഫ് ഓഫ് എക്സിൻ്റെ ടേമാണ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നുള്ളത് ഒരു അല്ലെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷനാണോ ഓഡ് ഫംഗ്ഷനാണ്? കാരണം എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ പ്രകാരം? ദാറ്റ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. അതൊരു ഈവൻ ഫംഗ്ഷനാണ്. സോ സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
എഫ് ഓഫ് അടുത്ത ഒരു എക്സാമ്പിൾ ഏതെടുക്കും ഞാൻ? അടുത്തൊരു എക്സാമ്പിൾ 4 അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏതപ്പം സൈൻ എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? സൈൻ ഓഫ് അല്ലേ മൈനസ് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് പ്ലസ് 2 നമ്മൾ പഠിച്ചാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഓക്കെ, മൈനസ് സൈൻ എക്സ്, അതായത് ദിസ് ഈസ് ഈക്വൽ ടു -7. സൈൻ എക്സിനെ നമുക്ക് ആരോട് കൊടുക്കാം? എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടിക്കഴിഞ്ഞു? സൈൻ എക്സ് ഈസ് എ ഓഡ് ഫങ്ഷൻ ഡെഫിനിഷൻ പ്രകാരം അല്ലേ? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് എന്താണ്? ഒരു ഓഡ് ഫങ്ഷനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. ഇനി ഓക്കെ, ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോസ് എക്സും സൈൻ എക്സും ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാണ്. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് കോസ് എക്സിൻ്റെ അതുപോലെ തന്നെ സൈൻ എക്സിൻ്റെയും സ്വഭാവമാണ്. ഇനി നമ്മൾ പറയാം കോസ് എക്സിനെയും സൈൻ എക്സിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോസ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഇതാണ് നമ്മളുടെ മനസ്സിൽ വേണ്ടത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു ഇത് രണ്ടും അല്ലാത്തതിനൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. എക്സാമ്പിൾ 5. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? യഥാപത്തിൽ ഇ റേസ് ടു എക്സ് എടുത്തു. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. പക്ഷേ ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് നമുക്ക് മൈനസ് എങ്ങനെയെങ്കിലും ടേക്ക് ഔട്ട്സൈഡ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇതൊരിക്കലും എന്തല്ല, ഇ റേസ് ടു എക്സിന് ഈക്വൽ അല്ല. ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ? ഒന്നിനെയും ബന്ധമല്ല. ഇത് രണ്ടും ഒരിക്കലും എന്തല്ല, ബന്ധപ്പെടുന്നില്ല. മൈനസ് എക്സ് എന്നും പറഞ്ഞിട്ട്, കാരണം പവറിൽ നിന്നും നമുക്ക് മൈനസ് അങ്ങനെ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്ത് വേണം? ലോഗരിതം ഡെഫിനിഷൻ. പക്ഷേ ലോഗരിതാണെങ്കിൽ ഈ രീതിയല്ല. ഓക്കെ, അത് ഈ രീതിയല്ല. അപ്പം മൈനസിനെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റൂല ഈ കേസിൽ. സോ ദെർഫോർ സിൻസ് നമുക്ക് അറിയാൻ പറ്റും എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് ഈസ് നെയ്തർ ഈവൻ ഓർ അല്ലെങ്കിൽ അല്ലേ ഈസ് നെയ്തർ എന്താണ്? നെയ്തർ ഈവൻ ഫങ്ഷൻ നോർ ഓഡ് ഫങ്ഷൻ. ഓഡ് ഫങ്ഷനും അല്ല, ഈവൻ ഫങ്ഷനും അല്ല. ഓക്കെ, കാരണം ഓഡ് ഫങ്ഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടണം. ഇതിൻ്റെ പിന്നെ അടുത്ത കേസ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടണം. രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്. അത് രണ്ടും ഇവിടെ അല്ല. ഓക്കെ, അതല്ല. ഇവിടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സും ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ്, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് എന്നുമാണ്. സോ അതുകൊണ്ട് ഇതിൽ നിന്നും നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞു. അപ്പം ഈ ഈവനും ഓടും അല്ലാത്ത ഫംഗ്ഷനും ഉണ്ടാവുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് വേണ്ടിയത് ഏത് ഫംഗ്ഷനുകളാണ്? കാരണം നമ്മൾ ഫുറിയർ സീരീസിൽ കോസും സൈനും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? കോസ് ഉണ്ട്, സൈനും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോസിനെയും സൈനിനെയും ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കോസ് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷനാണ് എന്നും സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ് എന്നും ചിന്തിക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിലും ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലും ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുമുണ്ട്. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ചില ഈവൻ ഫംഗ്ഷനിൻ്റെ കേസിൽ ചിലപ്പം ഓഡ് ഫങ്ഷൻസ് ചില സമയത്ത് 0 ആയിപ്പോവും.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 0 ആവാനുള്ള ഓരോ ഫങ്ഷനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും, 0 കൺസെപ്റ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഫൊറിയർ സീരീസ് ഒന്നുകൂടി സിമ്പിൾ ആകുമ്പോഴാണ്. ഫസ്റ്റ് നേരത്തെ നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ പഠിച്ചിരുന്നു, കുറച്ചുകൂടി അതിലാകെ 1-2 എക്സ്പാൻഷനൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനെ ഓരോരോ പേര് പറയും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഈവൻ ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ്റെയും ഈവൻ ഫംഗ്ഷൻ്റെയും പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ പ്രോപ്പർട്ടി, എ പ്രോപ്പർട്ടി, പ്രൊഡക്റ്റ് ഓഫ് 2 ഈവൻ ഫംഗ്ഷൻസ് ഈസ് ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. ജി ഓഫ് എക്സും ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഓഫ് എക്സിൻ്റെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു തന്നെ ആയിരിക്കും, ഒരു ഈവൻ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഈവൻ ആയിരിക്കും. പ്രൊഡക്റ്റ് ഓഫ് ഈവൻ ഫംഗ്ഷൻ ഈസ് ഈവൻ. ഇനി അടുത്ത പ്രൊഡക്റ്റ് ഓഫ് ഓഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. എന്തുകൊണ്ട്? അതാണ് എഫ് ഓഫ് മൈനസ് എക്സ്, ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ജി ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു തന്നെ ആയിരിക്കും, മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ചെയ്യുമ്പം മൈനസ് ഇൻറ്റു മൈനസ് എന്തായിപ്പോൾ പ്ലസ് ആയി മാറും. അങ്ങനെ ചിന്തിക്കാം. സത്യത്തിൽ അങ്ങനെ മാത്രമല്ല, അപ്പോട്ടെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓഡ് നമ്പർ ഇൻറ്റു ഓഡ് നമ്പർ എന്ന് പറയുമ്പം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ കേസല്ല ഇവിടെ. ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഈവൻ ഫംഗ്ഷൻ ഈസ് ഈവൻ. ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, ഈവൻ ആയിരിക്കും. അപ്പം 2 ആൾക്കാർ ഈവൻ ആയിരിക്കും. ഇനി അടുത്തത് ഒരു ഓഡ് ഫംഗ്ഷനും അടുത്ത പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സി, പ്രൊഡക്റ്റ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഒരു ഈവനും ഓഡ് ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എന്താണ്, ഓഡ് ഫംഗ്ഷനാണ്. കാരണം നെഗറ്റീവും പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകട്ടെ, നെഗറ്റീവാണ്. അതായത് അങ്ങനെ ചിന്തിക്കാമല്ല, ഏറ്റവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അല്ലാണ്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് പറയുമ്പോൾ ഇതന്നെ പ്രാക്ടിക്കലി ഇതേ തിങ്കിങ് അല്ല സത്യത്തിൽ. ഓക്കെ, അത് നോക്കണ്ട. അപ്പോൾ എന്താണ്, പോസിറ്റീവും ഇതും അങ്ങനെ വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊഡക്റ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷനും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ഓഡ് ഫംഗ്ഷൻ ആൻഡ് ഈവൻ ഫംഗ്ഷൻ എന്ത് തന്നെ ആയിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. പിന്നെ അപ്പോൾ സി കഴിഞ്ഞു. ഡി. പിന്നെ അടുത്തത് സമ്മാണ് അല്ലെങ്കിൽ ഡിഫറൻസ്, മൈനസ്. ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ പ്ലസ് ജി ഓഫ് എക്സ്. ഇത് രണ്ടും ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ നിർബന്ധമായിട്ട് ആരും ഈവൻ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും, അതിൻ്റെ സമ്മും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ മൈനസ് ഡിഫറൻസും തന്നെ ആയിരിക്കും, ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ അടുത്തത് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഈ സം ഓഫ് ഡിഫറൻസ് ഓഫ് 2 ഓഡ് ഫംഗ്ഷൻസ് എപ്പോഴും തന്നെ ആയിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഡിഫറൻസും തന്നെ ആയിരിക്കും, ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത പ്രോപ്പർട്ടിയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതാണ് നമുക്ക് വേണ്ടിയ 2 പ്രോപ്പർട്ടികൾ. ഓക്കെ, എഫ് ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. എഫ് ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇൻ്റഗ്രൽ നോക്കണേ, അത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് എടുത്ത് എഴുതുക കേട്ടോ. എഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എഫ് എന്താണ്, ഈവൻ ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ. ഈവൻ ഫംഗ്ഷനാണ്. അങ്ങനെയാണ് എങ്കിൽ ഇൻ്റഗ്രൽ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഒരു -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എപ്പോഴും ഈക്വൽ ടു 2 ഇൻറ്റു a to a എന്നുള്ളത് 0 to a മൈനസ് a to a എന്നുള്ളത് 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇൻ്റഗ്രൽ -π to π കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ്. ഇതെന്താണ്, ഒരു കോസ് എക്സ് എന്താണ്, ഈവൻ ഫംഗ്ഷനാണ്. ദിസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π. നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി, കോസ് എക്സ് ഡി എക്സ് നോക്കിയാൽ മതി. ഇത് രണ്ടും ഈക്വലാണ് എന്നാണ് പ്രോപ്പർട്ടി. ഇനി അടുത്തത് ഇൻ്റഗ്രൽ -2 to 2
എക്സ് സ്ക്വയർ ഡി എക്സ്. ഇത് എന്താ എക്സ് സ്ക്വയർ ഫംഗ്ഷന് എന്ത് ഫംഗ്ഷനാണ്? ഈവൻ ഫംഗ്ഷനാണ്. ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയർ ഡി എക്സിന് ഈക്വലാണ്. ഇനി അതൊന്നും വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. എക്സ് സ്ക്വയറിൻ്റെ നോക്കാം. എന്താ എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. -2 to 2 എന്താ കിട്ടുന്നത്? കറസ്പോണ്ടിങ് ആയിട്ട് 2 ക്യൂബ് അല്ലേ? 2 ക്യൂബ് മൈനസ് 2 ക്യൂബ് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ്. 2 ക്യൂബിൻ്റെ എന്താ? 8 മൈനസ് 2 ക്യൂബ് എന്താ? -8. അപ്പം പ്ലസ് ആവും ബൈ 3 ആണ് കേട്ടോ, സോറി 2 ആയിപ്പോയി ഇവിടെ 3. അപ്പം മൈനസ് ഇത് എന്തായി മാറും? 8 + 8 16/3. ഇനി ഇത് ഈക്വൽ ടു എന്താ പറഞ്ഞത്? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 എക്സ് സ്ക്വയറിന് ഈക്വൽ ആണോ അല്ലേ നോക്കാം. ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ എന്താണ്? എക്സ് ക്യൂബ് ബൈ 3 ഫ്രം 0 to 2. 2 ഇൻറ്റു ഉണ്ട് 2 ഇൻറ്റു 2ൻ്റെ ക്യൂബ് 2 ഇൻറ്റു 2 ക്യൂബ് ബൈ 3. 0 എക്സിന് കൊടുത്താൽ 0 ആയിപ്പോകും. അപ്പോൾ ഇവിടെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം 2 ക്യൂബ് 2 ഇൻറ്റു 8 2 ക്യൂബ് 8 ആണ് ബൈ 3. അതായത് 2 ഇൻറ്റു 8 എന്താ? 16/3. രണ്ടും ഈക്വലാണ്. ഇതേ മോഡലിൽ തന്നെ കോസിൻ്റെ സെയിം വേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്നും ഈവൻ ഫംഗ്ഷൻ ആണ് എങ്കിൽ എപ്പോഴും എന്തായിരിക്കും? അതിന് നമുക്ക് ഇങ്ങനെ 2 ഇൻറ്റു 0 to ഇത് എഴുതാൻ പറ്റും. ഇനി ജി പ്രോപ്പർട്ടി അതാണ് അടുത്തത്. അത് നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജി പ്രോപ്പർട്ടി. ഓക്കെ, ജി പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a എഫ് ഈസ് ഓഡ് ആണെങ്കിൽ ദെൻ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും എപ്പോഴും. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് -1 to 1 എക്സ് ഡി എക്സ്. എക്സ് എന്താണ്? ഓഡ് ഫംഗ്ഷനാണ് അല്ലേ? 1 to 1 എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും നമുക്ക്? എക്സ് ഡി എക്സ് എന്തെന്ന് എഴുതാൻ പറ്റും? എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്ന് എഴുതാം? അതായത് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യണം. -1 to 1 ദിസ് ഈസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്തു. അപ്പോൾ 1/1ൻ്റെ സ്ക്വയർ 1 തന്നെ 1/2 -1ന് -1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 - 1/2 ദാറ്റ് ഈസ് ബിക്കം 0. സോ അപ്പം നമുക്ക് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ പീരീഡ്സിലാണെങ്കിൽ, അതായത് പീരീഡിലാണെങ്കിൽ 0 ആയിരിക്കും ഇൻ്റഗ്രൽ. ഇതാണ് നമ്മൾ ഈ ഇത്രയും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്തത് ഫുറിയർ സീരീസിനെ പറ്റി, അതിലുള്ള ഈവനും ഓഡ് ഫംഗ്ഷനെ പറ്റി പറയും. നമുക്ക് അടുത്ത ക്ലാസ് പറയാം. ഓക്കെ.